കൊല്ലം ജില്ലയിലെ ഒരു തീരപ്രദേശ പട്ടണമാണ് കരുനാഗപ്പള്ളി. ആലപ്പുഴ ജില്ലയോട് ചേർന്ന് കിടക്കുന്ന കരുനാഗപ്പള്ളി താലൂക്കിന്റെ തെക്ക് അഷ്ടമുടിക്കായലും കിഴക്ക് കുന്നത്തൂർ താലൂക്കുമാണ്. 2016 അധ്യയനം ആരംഭിക്കുമ്പോൾ കരുനാഗപ്പള്ളിക്കാർക്ക് അവരുടെ ഏറെക്കാലമായുള്ള ഒരു സ്വപ്നം കൂടി സഫലമാവുകയാണ്. തങ്ങളുടെ നിയോജക മണ്ഡലത്തിലും ഒരു സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്ന സ്വപ്നം. മണ്ഡലത്തിലെ സ്വകാര്യ കോളേജുകളിലെ ഫീസ് ഘടനയും സർക്കാർ കോളേജുകൾ ദൂരദിക്കിൽ സ്ഥിതി ചെയ്യുന്നതും കാരണം കരുനാഗപ്പള്ളിയിൽ ഒരു സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വേണമെന്നുള്ളത് കാലങ്ങളായുള്ള ആവശ്യമായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ച് കരുനാഗപ്പള്ളിയിൽ ഒരു ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വരുന്നത് തികച്ചും പ്രതീക്ഷയുള്ള ഒരു കാര്യം തന്നെയാണ്. 5 ഏക്കർ സ്ഥലം വാങ്ങി നൽകുന്ന കോളേജില്ലാത്ത നിയോജക മണ്ഡലങ്ങളിൽ കോളേജ് ആരംഭിക്കുക എന്നത് ഗവൺമെന്റിന്റെ പൊതു നയമാണ്. അങ്ങനെ കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും സ്ഥലം കണ്ടെത്തുന്നതിനുള്ള അന്വേഷണങ്ങൾ നടന്നു. പക്ഷേ കോളേജിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്താൻ സാധിച്ചില്ല. കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിലെ ഒരു ചെറിയ മനോഹര ഗ്രാമമാണ് തഴവ. തഴപ്പായ നിർമ്മാണമായിരുന്നു ഇവിടുത്തെ പരമ്പരാഗത തൊഴിൽ. പക്ഷേ ഇന്ന് ഈ തൊഴിൽ തുടരുന്ന ഏതാനും പരമ്പരാഗത നെയ്ത്തുകാർ മാത്രമേയുള്ളൂ. ഒരു നാടിന്റെ വർഷങ്ങളായുള്ള സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ MLAയുടെ ആവശ്യപ്രകാരം തഴവ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കൂടിയാലോചനകൾ നടത്തി 5 ഏക്കർ സ്ഥലം കണ്ടെത്തി നൽകാമെന്ന തീരുമാനത്തിൽ എത്തുകയായിരുന്നു. നമ്മുടെ പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കുന്നതിനുള്ള ഒരു അവസരമാണ് കരുനാഗപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ് ആർട്സ് ആൻഡ് സയൻസ്. അങ്ങനെ തഴവ ഗ്രാമപഞ്ചായത്തിനോട് ചേർന്ന് പാവുമ്പ വില്ലേജിൽ സ്ഥലം കണ്ടെത്തി. സ്ഥലത്തിന്റെ വിലക്കുറവും ഭൂപ്രകൃതിയുടെ സവിശേഷതകളും ഒരു ഗ്രാമപ്രദേശത്തെ പുരോഗമനത്തിന്റെ പാതയിലേക്ക് നയിക്കുക എന്നതും മുന്നിൽ കണ്ട് പാവുമ്പയിലെ 5 ഏക്കർ സ്ഥലം പഞ്ചായത്തിന്റെ പരിഗണനയിലെത്തി. സ്ഥലം ഏറ്റെടുക്കുന്നതിന്റെ തുടർ നടപടിയായി പത്രപരസ്യത്തിലൂടെ അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ പരിഗണിച്ച കമ്മിറ്റിക്ക് സ്ഥലമുടമകൾ പറഞ്ഞ വില പഞ്ചായത്തിന്റെ കണക്കുകൂട്ടലിലുള്ള വിലയേക്കാൾ അധികമായതോടെ ഭൂമി ഏറ്റെടുക്കാൻ കഴിയാതെ വന്നു. പിന്നീട് സ്ഥലമുടമകളുടെ സമ്മതപ്രകാരമുള്ള ഭൂമി ഏറ്റെടുക്കലുമായി പഞ്ചായത്ത് മുന്നോട്ടുപോയി. പഞ്ചായത്തിൻ്റെതായ തനത് ഫണ്ട് ഉപയോഗിച്ചുള്ള ചില വികസന പ്രവർത്തനങ്ങൾ മാറ്റി നിർത്തി പഞ്ചായത്തിന്റെ 2 വർഷത്തെ സ്വന്തം വരുമാനം കോളേജിനു വേണ്ടി ഉപയോഗിക്കുകയാണ്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 5 കോടി രൂപ കോളേജിന്റെ കെട്ടിട നിർമ്മാണത്തിനായി വകയിരുത്തിയിരിക്കുന്നു. മണപ്പള്ളിയിലെ അഴയകാവ് LP സ്കൂളിലെ ഒഴിഞ്ഞ കെട്ടിടമാണ് ആദ്യ ബാച്ചിന്റെ ക്ലാസ് ആരംഭിക്കുന്നതിനായി പഞ്ചായത്തിന്റെ പരിഗണനയിൽ ഉള്ളത്. സമ്മതപ്രകാരമുള്ള ഭൂമി ഏറ്റെടുക്കൽ 2 മാസത്തിനുള്ളിൽ പൂർത്തിയാകും. കൊളീജിയറ്റ് എഡ്യൂക്കേഷൻ സമിതി സ്ഥലം സന്ദർശിച്ച് ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിച്ച് കോഴ്സ് പ്രപ്പോസൽ ഉൾപ്പെടെയുള്ള പ്രോജക്ട് റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. 2016 അധ്യയനം ആരംഭിക്കുമ്പോൾ നിയോജക മണ്ഡലത്തിലെ ആദ്യത്തെ സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ ആദ്യ ബാച്ചിന്റെ ക്ലാസുകൾ യാഥാർത്ഥ്യമാകും.